ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 282 ഉയർന്നു എന്ന സങ്കടകരമായ കണക്കുകൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്നു. 1000-ലധികം പേരെ ഈ രക്ഷാദൌത്യ സംഘം ഇതുവരെ രക്ഷിച്ചെടുത്തു. ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇപ്പോൾ സർവകക്ഷി യോഗം വയനാട്ടിൽ ഉണ്ടായി. പ്രധാനപ്പെട്ട 3 യോഗങ്ങൾ ഇന്ന് നടന്നു. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സർവകക്ഷി യോഗമാണ്. പി വി കുട്ടൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കുട്ടൻ, യോഗം അവസാനിച്ചോ? യോഗം തുടരുകയാണ്. 11:30 മണിക്കാണ് നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ 11:30 മണിക്കാണ് യോഗം തുടങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിലാണ് യോഗം. മറ്റ് മന്ത്രിമാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വയനാട് കേന്ദ്രീകരിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന മന്ത്രിമാരൊക്കെ പി വി കുട്ടൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി ഇന്ന് രാവിലെയാണ് വയനാട്ടിലെത്തിയത്. അതിനുശേഷം നിർണായകമായ 3 യോഗങ്ങളുണ്ടായി. ആദ്യം മന്ത്രിമാരുമായി റെസ്റ്റ് ഹൗസിൽ യോഗം ചേർന്നു. അതിനുശേഷം കളക്ട്രേറ്റിൽ 2 യോഗങ്ങൾ, അതിലൊന്ന് ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ടായിരുന്നു. 11:30 ആരംഭിച്ച യോഗമാണ് സർവകക്ഷി യോഗം. അതിൽ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. വയനാടിനെ അതിജീവനത്തിന് പുനരുജ്ജീവനത്തിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെയും ഈ സർവകക്ഷി യോഗം എടുക്കുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. എന്തായാലും വലിയ തോതിൽ ജനങ്ങൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ ദുരന്ത മേഖലയായ ചൂരൽമല, മുണ്ടക്കൈ, മേപ്പാടി പ്രദേശങ്ങളെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചകൾ കാണാനാകുന്നു. അതിജീവനം വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. രക്ഷപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്നവരെ 8000-ലധികം പേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തി. ക്യാമ്പുകളിൽ വളരെ സുരക്ഷിതമായി അവർ ഓരോരുത്തരുമുണ്ട്. മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഈ യോഗ തീരുമാനങ്ങൾക്കൊക്കെ വലിയ പ്രസക്തിയുണ്ട്. കുട്ടൻ, സർവകക്ഷി യോഗത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. തുടരാം. യോഗം തുടരുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ മന്ത്രിമാർ പങ്കെടുക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള യോഗത്തിൽ പങ്കെടുക്കുന്നത്. ചീഫ് സെക്രട്ടറി, DGP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുന്നു. വയനാട് ജില്ലയിലെ ജനപ്രതിനിധികൾ, അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളം സമീപകാലത്തൊന്നും, അല്ലെങ്കിൽ കേരളം ഇതുവരെ കാണാത്ത ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് നേരിട്ടത്. അതുകൊണ്ട് തന്നെ വയനാടിനെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളായിരിക്കും ഇന്നത്തെ ഈ സർവകക്ഷി യോഗത്തിൽ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ സർവകക്ഷി യോഗത്തിന് മുന്നോടിയായി ഇവിടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗം നടന്നിരുന്നു. അതിനു മുമ്പ് മന്ത്രിമാരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. ആ സമയത്ത് നിർണായകമായ യോഗ തീരുമാനങ്ങളെ കുറിച്ച് വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ അപകടമുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിക്കുമെന്നും വിവരമുണ്ട്. അത് പക്ഷേ അല്പസമയത്ത് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും. ക്യാമ്പുകളിലേക്കും മുഖ്യമന്ത്രി എത്തും. അപകടം നടന്ന സ്ഥലത്തെ കാലാവസ്ഥ അനുസരിച്ചായിരിക്കും അങ്ങോട്ട് പോകുക എന്നുള്ളത്. ഏതായാലും ചൂരൽമലയിലേക്ക് എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. യോഗം അല്പസമയത്തിനകം തന്നെ അവസാനിക്കും. ശരി, പി വി കുട്ടൻ വിവരങ്ങൾ നൽകിയത്. സർവകക്ഷി യോഗം പുരോഗമിക്കുന്നു. പ്രധാനപ്പെട്ട നേരത്തെ കുട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, വയനാട് ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികൾ, പ്രതിപക്ഷ നേതാക്കന്മാർ അടക്കമുള്ള വലിയൊരു സംഘമുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, ചീഫ് സെക്രട്ടറി ഉണ്ട്, പോലീസിന്റെ ഉന്നത അധികാരികളുണ്ട്. ഒപ്പം തന്നെ ജില്ലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിന് ചുമതല വഹിക്കുന്ന പ്രധാനപ്പെട്ട സേനാ വിഭാഗങ്ങളുടെ പ്രതിനിധികൾ അടക്കമുള്ള ഒരു വലിയ സംഘം ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർവകക്ഷി യോഗത്തിന്റെ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതീവ ഗൗരവത്തോടുകൂടി കേരളം കാതോർത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിരവധി പേരുണ്ട്, ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇവരുടെ അതിജീവനം സർവ്വതും നഷ്ടപ്പെട്ട് ജീവൻ മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തെ നോക്കിക്കാണുന്നവരാണ്. വലിയ തോതിലുള്ള ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളുണ്ട്, മാനസികമായ നിരവധി. ഇത്ര വലിയൊരു ആഘാതത്തെ അതിജീവിച്ച് വരിക എന്ന് പറയുന്നതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ നമ്മൾ എല്ലാ അടിയന്തര സൗകര്യങ്ങളും ഒരുക്കി, സഹായങ്ങളും ഒരുക്കി അവരെ ചേർത്ത് പിടിക്കുമ്പോഴും അവരുടെ മുന്നോട്ടുള്ള ഒരു വലിയ ജീവിതം, അതിനുതകുന്ന കാര്യങ്ങൾ ഇനിയുള്ള ഓരോ യോഗങ്ങളും നടക്കുമ്പോൾ വരുന്ന തീരുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കേണ്ടി വരും. സർവകക്ഷി യോഗത്തിന് ആ നിലയ്ക്കാണ് ഇപ്പോൾ പ്രാധാന്യം. എങ്ങനെയാണ് അടിയന്തരമായി ഈ ഒരു പ്രശ്നത്തിൽ ഏറ്റവും സജീവമായുള്ള രീതിയിലുള്ള ഇടപെടൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉണ്ടാവുക എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടി വരിക. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ മന്ത്രിതല സംഘം വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് സർവകക്ഷി യോഗം കൂടി പ്രമാണിച്ച് നിരവധി മന്ത്രിമാരുണ്ട്, സ്പീക്കർ അടക്കമുള്ളവരുണ്ട്. അവരൊക്കെയും ദുരന്തബാധിത മേഖലകൾ സന്ദർശിക്കുന്നുണ്ട്. 5 മന്ത്രിമാർ തുടർന്നും ക്യാമ്പ് ചെയ്യാനുള്ളൊരു തീരുമാനം അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറെക്കുറെ ഈ രക്ഷാപ്രവർത്തനം, തുടർന്നുള്ള ഇവരുടെ മുന്നോട്ടുള്ള ജീവിതം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു രൂപരേഖ ഉണ്ടാകുന്നതുവരെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് വയനാട് ക്യാമ്പ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ച് ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നത് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയണം.
നാടിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള വലിയൊരളവ് ജനങ്ങളുടെ പിന്തുണ പ്രതീക്ഷ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ദുരന്തബാധിത മേഖലയിൽ നിന്ന് രക്ഷപ്പെട്ട് എത്തിയവർക്ക് വിവിധ ജില്ലകളിൽ കളക്ഷൻ പോയിന്റുകൾ കേന്ദ്രീകരിച്ച് വയനാടിന് വേണ്ടിയുള്ള ചൂരൽമലയ്ക്ക് വേണ്ടിയിട്ട്, അട്ടമലയ്ക്ക് വേണ്ടിയിട്ട്, മുണ്ടക്കൈക്ക്, മേപ്പാടിക്ക് വേണ്ടിയിട്ടൊക്കെയുമുള്ള പ്രവർത്തനങ്ങൾ അവരെ ചേർത്ത് പിടിക്കാനുള്ള നിരവധിയായിട്ടുള്ള പ്രവൃത്തികൾ നടന്നു വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ തോതിലുള്ള സഹായ പ്രവാഹം ഇപ്പോൾ ഉണ്ടാകുന്നു എന്നത് അങ്ങേയറ്റം ആശ്വാസകരമായ കാര്യമാണ്. അത് വളരെ വലിയ തോതിൽ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ദുഷ്പ്രചാരണങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ നോക്കുന്നവർക്കെതിരെ നിയമ നടപടിക്രമങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ഒരു രക്ഷാദൗത്യത്തിന് നാടിന്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ പങ്കാളികളാകുന്ന കാഴ്ച, രക്ഷാദൗത്യത്തിന് ഒരു നിലയ്ക്കുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത തരത്തിൽ ഓരോരുത്തരും വ്യക്തിപരമായി കഴിയുന്ന വിധത്തിൽ ഈ ജനങ്ങളെയൊക്കെയും ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ചൂരൽമലയിലൊക്കെ ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനം മാതൃകാപരമാണ്. ഇത്തരത്തിലൊരു ദുരന്തമുഖത്ത് പരമാവധി എന്താണോ ഒരു നാടിന് ചെയ്യാൻ കഴിയുക അതെല്ലാം ഈ മേഖലയ്ക്ക് വേണ്ടി എത്തിച്ചിട്ടുണ്ട് എന്നത് പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടരുകയാണ്. ചൂരൽമലയും ഈ പരിസര ദുരന്തബാധിത മേഖലകളും കേന്ദ്രീകരിച്ച്